എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരു വികസിത സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവാരമാണ്, ജീവിത നിലവാരവും അവരുടെ ആരോഗ്യവുമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലൊക്കെ സ്ത്രീകൾ അവരുടെ ആരോഗ്യം ഒരിക്കലും ശ്രദ്ധിക്കാറേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകൾ, ഇപ്പോൾ അമ്മയടക്കമുള്ള മുതിർന്ന സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഞങ്ങൾ മക്കൾക്കൊക്കെ തരും, അല്ലെങ്കിൽ അച്ഛന് കൊടുക്കും. അല്ലാതെ അമ്മയായിട്ട് കൃത്യമായി ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഞങ്ങളാരും തന്നെ കണ്ടിട്ടില്ല. മിക്ക വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥയുണ്ടാവുക. ഒരു സ്ത്രീയുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ വന്നാൽ മാത്രമേ ഒരു പൊതുവായ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിലേക്ക് അത് വഴി തെളിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സമൂഹം, ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സ്ത്രീകളുടെ ആരോഗ്യത്തെ നമുക്ക് കണക്കാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത്? പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂട്രീഷനുണ്ട്, വിശ്രമമുണ്ട്, അവർക്ക് വേണ്ടുന്ന മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഏറ്റവും പ്രധാനം നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഡയറ്ററി മാനേജ്മെൻറ്റ് തന്നെയാണ്. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷണസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. എന്തൊക്കെ കഴിക്കരുത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എപ്പോഴും ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെ? പൊതുവായി കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം സ്ത്രീകളും കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാറുള്ളത്. സ്പെസിഫിക് ആയിട്ട് ചില കണ്ടീഷൻസിൽ സ്ത്രീകൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് ആകാറില്ല. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്പർ 1 ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെർക്കുറി കണ്ടൻറ്റുള്ള മത്സ്യങ്ങളാണ്. സാധാരണഗതിയിൽ മെർക്കുറി കണ്ടൻറ്റുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ തീരത്തുള്ളതിൽ പ്രധാനമായിട്ടും നമുക്ക് അയലയെ അതിൽ ഉൾപ്പെടുത്താം. എല്ലാ സീസണിലും ഈ പ്രശ്നം വരാറില്ലെങ്കിൽ പോലും പലപ്പോഴും ചില സീസണിലെങ്കിലും അയലയിലൊക്കെ ധാരാളമായിട്ട് മെർക്കുറി കണ്ടൻറ്റ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സ്രാവായാലും കടൽക്കുതിര എന്ന് നമ്മൾ വിളിക്കുന്ന സ്വോർഡ് ഫിഷ് ആയാലും ചൂര പോലെയുള്ള മത്സ്യങ്ങളിലെല്ലാം മെർക്കുറിയുടെ കണ്ടൻറ്റ് വളരെ അധികമാണ്. ഒരു പക്ഷേ ലോകത്തിൽ പ്ലൂട്ടോണിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോശങ്ങളുടെ അകത്തേക്ക് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ മെർക്കുറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെർക്കുറി പലതരത്തിൽപ്പെട്ട മാരകമായ രോഗങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. സ്ത്രീകൾ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഹൈ മെർക്കുറി കണ്ടൻറ്റുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയെ അത് സ്വാധീനിക്കുമെന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഡിലേഡ് മൈൽ സ്റ്റോൺസ്, ചില കുട്ടികളൊക്കെ ജന്മനാ തന്നെ അല്പം അവരുടെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടി വരുന്ന കുട്ടികളായിട്ട് ജനിച്ചു വീഴാറുണ്ട്. അതിനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന് ഈ മെർക്കുറി കണ്ടൻറ്റുള്ള മത്സ്യത്തിൻ്റെ ധാരാളമായിട്ടുള്ള കഴിക്കുന്നത് കൊണ്ടാണ്. മറ്റൊന്ന് ഇവരുടെ നാഡീവ്യവസ്ഥ, കുട്ടികളുടെ നാഡീവ്യവസ്ഥ, ഗർഭാവസ്ഥയിൽ തന്നെ ഇവരുടെ നാഡീവ്യവസ്ഥ വികസിക്കാതിരിക്കുകയും അതുമൂലമുള്ള ഒത്തിരി അധികം വരുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഈ കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കും. മറ്റൊന്ന് കോഗ്നിറ്റീവ് ഫങ്ഷൻ, അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതി കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ മാരകമായിട്ട് ഇന്ന് പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നതായത് കൊണ്ട് തന്നെയാണ് മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭകാലത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് ആൽക്കഹോളാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പൊതുസമൂഹത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ വളരെ കാലങ്ങൾക്ക് മുമ്പൊന്നും ആൽക്കഹോളിൻ്റെ കാര്യം, പ്രത്യേകിച്ച് സ്ത്രീ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ തുല്യ പ്രാധാന്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിസം തീർച്ചയായിട്ടും മോശമാണ്. പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഇത് മോശമാകുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഹോർമോണിൽ വരുന്ന ഹോർമോണിനെ ഇംബാലൻസ് ആക്കാൻ വേണ്ടി ഇതിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മെൻസ്ട്രൽ ഡിസോർഡേഴ്സിലേക്കും ഇത് വഴിതെളിച്ചേക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ധാരാളമായിട്ട് ഇന്ന് കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ഇന്ന് പറയുന്ന പല പഠനങ്ങളും ഇതിനൊരു പ്രധാനപ്പെട്ട കൈ ആൽക്കഹോളിനുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ
അപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകളിൽ മെനോപോസോടുകൂടി അല്ലെങ്കിൽ അവരുടെ മാസമുറ നിൽക്കുന്നതോടുകൂടി 50 വയസ്സോടുകൂടി അവർക്കുണ്ടാകുന്ന ഈസ്ട്രജൻ ഇംബാലൻസും ആ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒത്തിരി ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ആൽക്കഹോളിസം കൊണ്ട് കുറേ കാലം മുമ്പ് തന്നെ ഇവരുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ പരിധിവരെ കുറക്കാൻ വേണ്ടിയും തീർച്ചയായിട്ടും ഈ ആൽക്കഹോളിൻ്റെ കൺസംഷൻ പരമാവധി പ്രത്യേകിച്ച് ഈ ഗർഭാവസ്ഥയിലൊക്കെ നിർത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു പ്രധാന കാരണം ഫീറ്റൽ ആൽക്കഹോളിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന FASDs എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. FASDസിൻ്റെ കാരണവും ആ പേരിൽ തന്നെ അതുണ്ട്, ഫീറ്റൽ ആൽക്കഹോളിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ഒത്തിരി അസുഖങ്ങൾ കുട്ടികൾക്കുണ്ടാകാനുള്ള സാധ്യത ഈ ആൽക്കഹോളിസം കൊണ്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെർക്കുറിയുടെ പ്രശ്നം പോലെ തന്നെ ഇവിടെയും തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീകരിക്കാനും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അവരുടെ മൈൽ സ്റ്റോൺസ് കുറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകാം. അതുപോലെ സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈസ്ട്രോജൻ ഹോർമോൺ. ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ഇംബാലൻസ് വരുന്നതുകൊണ്ട് ഇവർക്ക് മെനോപാസിന് അല്ലെങ്കിൽ മാസമുറ നിൽക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇമോഷണലി ആയിട്ടുള്ള അപ്സെറ്റുകളും ഇംബാലൻസുകളും ഉണ്ടാവാം. ശരീരത്തിൽ ഹോട്ട് ഫ്ലഷ് പോലെയുള്ള പ്രശ്നങ്ങളും ഉറക്കക്കുറവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭകാലത്ത് വർജിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ ടിന്നിലും കാനിലൊക്കെ അടച്ച് കിട്ടുന്ന ഫുഡുകൾ. പ്രോസസ്ഡ് ഫുഡ് മിക്കവാറും മിക്ക അവസ്ഥയിലും ഇതൊക്കെ ട്രാൻസ് ഫാറ്റിൻ്റെ കൂടുകളാണ്, അല്ലെങ്കിൽ ശരീരത്തിന് നല്ലതല്ലാത്ത കൊഴുപ്പുകളുടെ ഒരു കൂട്ടമാണ് ഈ പ്രോസസ്ഡ് ഫുഡിൽ സാധാരണയായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുക വഴി അത് സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുവായിട്ട് ആരോഗ്യത്തിന് ഈ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുക ഒന്ന് ഇൻഫ്ലമേഷൻസ് ആണ്. ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ ഇൻഫ്ലമേഷൻസ്, നീർവീഴ്ചകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് മാറാറുണ്ട്. പലപ്പോഴും പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷുഗറായാലും സോൾട്ടായാലും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കാറുമുണ്ട്. ഇതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രോസസ്ഡ് ഫുഡിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസോ, പ്രത്യേകിച്ച് ഗർഭകാലത്തുണ്ടാകുന്ന ഡയബറ്റീസ് പലപ്പോഴും കുട്ടിയുടെ ആരോഗ്യത്തെ പോലും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ പൂർണ്ണമായിട്ടും പ്രോസസ്ഡ് ഫുഡ് വർജിക്കേണ്ടത് അത്യാവശ്യ ഘടകമായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ധമനികളെ ബാധിക്കാൻ സാധ്യതയുള്ള ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുവാനും പ്രോസസ്ഡ് ഫുഡിന് കഴിയും. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ പീരിയഡ്സ് നിൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഈസ്ട്രോജൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പല മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു പീരീഡ് കഴിഞ്ഞ് 50 വയസ്സ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും തന്നെ ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ പ്രോസസ്ഡ് ഫുഡ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതും വളരെ പ്രധാനമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹോർമോണിൻ്റെ സിഗ്നലിംഗ്, എല്ലാ ഹോർമോണുകളെയും കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള സിഗ്നലിംഗ് മൊത്തമായിട്ട് തകരാറ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഇതുപോലുള്ള ഇൻഫ്ലമേഷൻസ് കൊണ്ടുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ട്രാൻസ് ഫാറ്റ്, കരിച്ചും പൊരിച്ചും ഉണ്ടാക്കുന്ന ഫാറ്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ബേക്കറി സാധനങ്ങളൊക്കെ ഈ പ്രോസസ്ഡ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ഗണത്തിൽ പെടുന്നതാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈ ഷുഗർ ആണ്. ഹൈ ഷുഗറും അതുപോലെ തന്നെ ബീവറേജസും. പഞ്ചസാര എപ്പോഴും നമുക്ക് അപകടകാരിയാണ്, നമുക്ക് അറിയാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചസാര മാത്രമല്ല, സോഡ പോലെയുള്ള കാര്യങ്ങളും അതുപോലെ വ്യത്യസ്തങ്ങളായ എയറേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോളകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച പ്രോസസ്ഡ് ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന പോലെയുള്ള ഇൻഫ്ലമേഷൻസ് വർദ്ധിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കാനുള്ള സാധ്യത. ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് ഒബേസിറ്റിയാണ്, അമിതമായിട്ടുള്ള വണ്ണമാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ അമിതവണ്ണം പലപ്പോഴും ഹോർമോണൽ ഇംബാലൻസിലേക്ക് നയിക്കുകയും ഇവർക്ക് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡയബറ്റീസ്, പ്രമേഹ രോഗത്തിനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം
ഉള്ള സാധ്യതയും 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആയാലും അല്ലെങ്കിൽ അമിതവണ്ണമായാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന PCOD പോലെയുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ വന്ധ്യതയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള കോംപ്ലിക്കേഷൻസിന് ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഹൈ ഷുഗറും അതുപോലെ തന്നെ ബിവറേജസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വീറ്റൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രധാന കാരണങ്ങളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കൂടി നിങ്ങൾക്ക് പല രോഗങ്ങളും, സ്ത്രീകളുടെ രോഗങ്ങൾ മാത്രമല്ല, അതുവഴി കുട്ടികളിലേക്കും അടുത്ത തലമുറയിലേക്കും നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഒക്കെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ പടികളും സ്റ്റെപ്പുകളും സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കൃത്യമായ ഇടപെടലുകൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുക. ഇതോടുകൂടി തന്നെ കൃത്യമായ വ്യായാമങ്ങൾ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയുള്ള ചിട്ടയായ വ്യായാമങ്ങളും ഒരു 8 hours സ്ലീപ്പ്, 8 മണിക്കൂറോളം വരുന്ന ഉറക്കവും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾ തീർച്ചയായിട്ടും 8 തൊട്ട് 10 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി തയ്യാറാവുക. കൃത്യമായി എല്ലാ ദിവസവും വെയിൽ കൊള്ളാനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്രമീകരണങ്ങളും നടത്തുക വഴി നല്ല ഒരു ഭാവി നമ്മുടെ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.